നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മധ്യവിശ്രമം കൊള്ളുന്നത് ഒഴിഞ്ഞ സ്ഥലത്തല്ല, അതിമഹത്തായ കെട്ടിടത്തിനകത്താണ്. അതിന് ജാറം എന്ന് പറയാറില്ല. ബഹുമാനം വർദ്ധിപ്പിച്ച റൗളാത്തിലേക്കാണ് പറയുന്നത്. ആയിഷാബീവിന്റെ റൂമായിരുന്നുള്ളത് ശരിയാണ്. പക്ഷേ മദീനത്തെ പള്ളിയിൽ എന്നൊക്കെ പരിഷ്കരണവും വിപുലീകരണവും വന്നിട്ടുണ്ടോ അന്നത്തെ റൗളാത്തിലേക്കും വിപുലീകരണം വന്നിട്ടുണ്ട്. അതിന് ശ്രദ്ധേയമായ വിപുലീകരണം വന്നത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല നമ്മുടെ രാഷ്ട്രം. ആയിരക്കണക്കിന് സഹാബത്ത് ജീവിച്ചിരിക്കെ അവരുടെ നേതൃത്വത്തിലാണ് ഈ 3 ഖബറുകളും വിപുലീകരിച്ചതും മനോഹരമാക്കിയത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല വന്നത് അദ്ദേഹത്തിന്റെ ഖബറിന്റെ മീതെ മനോഹരമായ ധാരണണ്ടായിരുന്നു. തറൂര് കണ്ടെത്തി വന്ന ശേഷം മാത്രമാണ് പൊളിച്ചത് ശരിയാണ്. ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒഴുതി എഴുതിയ ധാരാളമായ വിശ്വവിജ്ഞാന കോശങ്ങളിൽ വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നും നമുക്ക് അവിടെ ചെന്നാൽ ആ പൊളിച്ച കടയുടെ അടയാളം കാണാവുന്നതാണ്.